കൊച്ചിയിലെ ബാറിൽ യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ വഴിത്തിരിവ്. DJ പാർട്ടിക്കിടെ യുവതിയെ മാനഭംഗപ്പെടുത്താനുള്ള ശ്രമമുണ്ടായെന്ന് പോലീസ്. മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചതിന് തൊടുപുഴ സ്വദേശി ബഷീറിനെതിരെ കേസെടുക്കുകയും ചെയ്തു. യുവാവിനെ മർദ്ദിച്ചതിന് യുവതിക്കെതിരെയും കേസെടുത്തു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ വിഷയത്തിൽ നേരത്തെ പോലീസ് കേസെടുത്ത ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായത്? നീലിമ, നേരത്തെ ഈ സംഭവത്തിൽ കേസെടുക്കാനായിട്ട് വൈകിയിരുന്നു. പക്ഷേ നിലവിൽ ഈ രണ്ട് കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. തന്നെ മാനഭംഗപ്പെടുത്താനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് യുവതി നൽകിയിട്ടുള്ള മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ബഷീറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലായിരുന്നു. യുവാവിനെ മർദ്ദിച്ചതിന് യുവതിക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ബാറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ സംഭവമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷെ തന്നെ ബലാത്സംഗം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്താനായിട്ട് യുവാവ് ശ്രമിച്ചു. അതിനുള്ള പ്രതികരണമായിട്ടായിരുന്നു താൻ ഇങ്ങനെ വൈൻ ഗ്ലാസ് കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവതി നൽകിയ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കേസുകളും പോലീസ് നിലവിൽ എടുത്തിട്ടുള്ളത്. വാക്കുതർക്കത്തിനൊടുവിലാണ് യുവാവിനെ ആക്രമിച്ചതെന്നാണ് പോലീസിന് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഉദയംപേരൂർ സ്വദേശിനിയാണ് ഈ യുവതി. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ചില സിനിമാ താരങ്ങളും പിന്നണി ഗായകരും ഈ DJ പാർട്ടിക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ സംഭവമൊക്കെ പുറത്തറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയ സമയത്ത് സിനിമാ താരങ്ങളും പിന്നണി ഗായകരും ഒക്കെ തന്നെ അവിടെ നിന്നും സ്ഥലം വിട്ടു. എന്തായാലും നേരത്തെ ഈ കത്രിക്കടവില് കഴിഞ്ഞ വർഷം ഫെബ്രുവരി, അതായത് 2024 ഫെബ്രുവരിയിൽ ഇതേ ബാറിന് മുന്നിൽ തന്നെയായിരുന്നു വെടിവെപ്പ് ഉണ്ടായത്. രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനൊടുവിൽ മാനേജർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഈ വർഷം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആക്രമണവും ഒരു വാക്കുതർക്കവും ഒക്കെ തന്നെ ഇതേ ബാറിൽ ഉണ്ടാകുന്നു. എന്തായാലും നിലവിൽ രണ്ട് കേസുകളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിട്ടുള്ളത്. യുവതിക്കെതിരെയും ചില വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ചികിത്സയിലിരിക്കുന്ന യുവാവിന് കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നീലിമ. ശരി, രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.